കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ അവസാനം പറഞ്ഞ ആയത്ത് യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കും വഖ്ശൗ യൗമ, അല്ലയോ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക, റബ്ബിനെ പേടിച്ച് ജീവിക്കുക. വഖ്ശൗ യൗമ, ഒരു ദിവസത്തെ ഭയപ്പെടുകയും ചെയ്യുക. ആ ദിവസം ലാ യജസി വാലിദുൻ അൻ വലദിഹി, ഒരു വാപ്പാക്കും ഒരു മോന് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ദിവസമാണത്. വല മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅ, ഒരു മകനും ഒരു വാപ്പാക്കും ഒരു ഉപകാരം അങ്ങോട്ടും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ദിവസമാണത്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖ, തീർച്ചയായും അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. ഫലാ തഗറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, നിസാരമായ അല്പനേരത്തേക്ക് മാത്രമുള്ള ഐഹികമായ ഈ ജീവിതം, ഈ ഭൗതികമായ ജീവിതം, ഏതാനും കൊല്ലത്തെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലായ ഉറന്നകും ബില്ലാഹി ഗറൂർ, വഞ്ചകനായിട്ടുള്ളവൻ, മഹാവഞ്ചകനായ പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കുകയും ചെയ്യട്ടെ എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെ പറഞ്ഞതാണ്. ഈ ആയത്ത് അതിന്റെ തഫ്സീർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മഫാത്തിഹുൽ ഗൈബ് എന്നുള്ളത്, ഗൈബിന്റെ താക്കോലുകൾ, അത് അഞ്ച് കാര്യങ്ങളാണ്. ഗൈബിന്റെ താക്കോലുകൾ 5 കാര്യങ്ങളാണ്. അതിലൊന്ന് ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ, സാഅത്ത്, അന്ത്യനാൾ, ലോകാവസാനം എന്നാണ് എന്നത് അല്ലാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. അത് വേറെ ഒരാൾക്കും അറിയില്ല അതിന്റെ കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് മാത്രം. അതല്ലാതെ ആ ദിവസം ഏതാണ്, ആ ദിവസം ഏത് വർഷത്തിലാണ്, ഏത് ദിവസത്തിലാണ്, ഏത് മാസത്തിലാണെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല എന്ന് ഒന്നാമത്തെ കാര്യമാണ്. വൈനസ്സിലുൽ വൈസ്, മഴ എവിടെ, എത്ര, വയഅലമു മാ ഫിൽ അർഹാം, മാതാവിന്റെ ഗർഭപാത്രത്തിൽ എന്താണുള്ളത്, ഏതാണുള്ളത്, എത്രയാണ്. ഒരു മനുഷ്യനും അറിയില്ല നാളെ എന്തു ചെയ്യും എന്ന്, നാളെ എന്റെ അവസ്ഥ എന്താണ് എന്ന് ഒരാൾക്കും അറിയില്ല. ഏത് ഭൂമിയിൽ വെച്ചാണ് താൻ മരിക്കുക എന്ന് പോലും ഒരാൾക്ക് അറിയുകയില്ല. ഈ 5 കാര്യങ്ങൾ മഫാത്തിഹുൽ ഗൈബായി ഓരോ മുസ്ലിമും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. മഫാത്തിഹുൽ ഗൈബ് ഏത് എന്ന ചോദ്യത്തിന് ഈ 5 കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. അതിന് കാരണം പറയാനായിട്ട് കാരണം അംർ ഇബ്നു മുറബിഹി വസാദഹു ഫി ആഖിരിഹി ഖാല ഖുൽതു ലഹു അൻത സമീഅതഹു മിൻ അബ്ദില്ല, താങ്കൾ അബ്ദുല്ലയിൽ നിന്ന് ഇത് കേട്ടിട്ടുണ്ട്. ഒരു റാവിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ഒരാളാണ് അബ്ദുല്ല. ആ അബ്ദുല്ലയിൽ നിന്ന് താങ്കൾ ഇത് കേട്ടിട്ടുണ്ടോ? ഖാല നഅം, അത് കേട്ടു. കേട്ടു മാത്രമല്ല, അക്സറ മിൻ 50 മറ, അക്സറ മിൻ 50 മറ, 50ലധികം പ്രാവശ്യം ഇത് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇബ്നു കസീർ അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളോടും നമുക്ക് ചുറ്റുമുള്ളവരോടും പറയേണ്ട കാര്യങ്ങൾ, പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളാണ്. ഇത് വല്ലപ്പോഴും ഒരിക്കൽ പോലും നമ്മൾ കേട്ടിട്ടുണ്ടോ? പൊതുജനങ്ങൾ അത് കേൾക്കുന്നുണ്ടോ എന്ന് സംശയം. മഫാത്തിഹുൽ ഗൈബ് എന്താണ് എന്ന് പൊതുജനങ്ങളോട് നമ്മളൊന്ന് ചോദിച്ചു നോക്കൂ. എന്ത് മഫാത്തിഹുൽ ഗൈബ്? അതേസമയം ഈ റാവി അടുത്ത ആൾക്ക് ഇത് പറഞ്ഞു കൊടുത്തത്, കേട്ടത് എത്ര പ്രാവശ്യമാണ്? മിൻ 50 മറ, 50ലധികം പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു കൊടുത്തതായി ഈ ഹദീസ് അദ്ദേഹം കേട്ടിട്ടുണ്ട് എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ദഅവത്ത് എന്തായിരിക്കേണ്ടതുണ്ട്? എല്ലാവരുടെയും, എല്ലാ മുസ്ലിം സംഘടനകളുടെയും ദഅവത്ത് എന്തായിരിക്കേണ്ടതുണ്ട്? സമൂഹത്തെ എന്തായിരിക്കേണ്ടതുണ്ട് പഠിപ്പിക്കേണ്ടത് എന്നൊക്കെ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശരി, എങ്കിൽ എന്താണ് നമ്മുടെ ജീവിതമായി ഇത്തരം കലുഷിതമായ ഒരു അന്തരീക്ഷത്തിൽ ഒരു ജീവിതമായി ഒരു മുസ്ലിം അല്ല ഒരു മനുഷ്യൻ അവന്റെ ജീവിതമായി സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ ആയത്തിൽ.
അല്ലാഹു തആല അവിടെ പറയുകയാണ്, വഇദ് ഖാല റബ്ബുക ലിൽ മലായിക, നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, നിന്റെ റബ്ബ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം എന്ന് പറഞ്ഞതിന് ഇബ്നു കസീർ പറയുന്നുണ്ട്, വദ്കുർ യാ മുഹമ്മദ്, അല്ലയോ മുഹമ്മദ് താങ്കൾ ഓർക്കണം, ഇത് ഖാല റബ്ബുക ലിൽ മലായിക, മലക്കുകളോട് പറഞ്ഞ ആ കാര്യം, വഖുസ്സുസ് അലാ ഖൗമിക ദാലിക്, താങ്കളുടെ ഖൗമിനോട് അത് പറഞ്ഞു. മലക്കുകൾ അല്ലാഹു തആലയോട് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, അത് ഇതൊക്കെ നമ്മുടെ ചർച്ചയിലും നമ്മുടെ തർക്കങ്ങളിലും നമ്മുടെ ദഅവത്തിന്റെ അജണ്ടകളിലും ഇത്തരം ആയത്തുകൾ ഉദ്ദേശിക്കുന്ന ആശയങ്ങൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം ആലോചിക്കണം. ഇബ്നു കസീർ പറയുന്നത് അല്ലാഹു തആല സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ കാര്യമാണ്, വഖുസ്സുസ്, വിവരിച്ചു കൊടുക്കണം, അല ഖൗമിക, താങ്കളുടെ ഖൗമി മനുഷ്യൻ നന്നാകാൻ ഇതേ ഉള്ളു മാർഗം, വിവരിച്ചു കൊടുക്കണം, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിക്കലില്ല, ഖുർആൻ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം, ഖുർആനിലെ ആയത്തുകൾ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ പള്ളിയിലുണ്ടോ, നമ്മുടെ മഹല്ലിലുണ്ടോ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുന്നു? ഓരോ ആയത്തും ആ ആയത്തിലെ ഓരോ വാക്കുകളും പഠിപ്പിച്ചു കൊടുക്കുന്ന, തഫ്സീറുകൾ കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന, സ്വഹാബിമാരുടെ വാക്കുകൾ കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യം ദഅവത്ത് ക്ലാസുകൾ നമ്മുടെ പള്ളികളിലും നമ്മുടെ മഹല്ലുകളിലും ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ചെയ്യാൻ പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുന്നില്ല. കുറെ കളവുകൾ നേരം എടുത്ത കേൾക്കുക, വായിക്കുക, ഇത് ഷെയർ ചെയ്യുക. പത്രങ്ങളിൽ വരുന്നത്, പത്രമാധ്യമങ്ങളിൽ വരുന്നത് 99% വ്യാജമാണ് എന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ നേരം എടുത്ത് ആ കളവുകൾ വായിച്ചില്ലെങ്കിൽ നമുക്കൊരു സ്വസ്ഥത കിട്ടൂല. ആ കളവുകൾ വായിച്ച് ആ കളവുകളെ പറ്റി, ആ വ്യാജങ്ങളെ പറ്റി ലോക വാർത്തകളായി പലതും നമ്മൾ വായിക്കുന്നു, കേൾക്കുന്നു, പറയുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അത് ഫേക്കാണ്, അത് വ്യാജമാണ്. ഈ വ്യാജത്തിന് വേണ്ടി മനുഷ്യർ തന്റെ ജീവിതം, തന്റെ സമയം ചെലവഴിക്കുകയും അതേസമയം താൻ പഠിക്കാനും അത് പഠിപ്പിക്കാനും തനിക്ക് ഇഹലോകത്തും പരലോകത്തും ഉപകാരം കിട്ടുന്ന കാര്യങ്ങൾ മനുഷ്യർ ആഴ്ചയിൽ ഒരിക്കൽ പോലും അതേ സംബന്ധിച്ച് പഠിക്കാതെയും ചർച്ച ചെയ്യാതെയും ഇരിക്കുന്നു. എന്തുകൊണ്ട് മനുഷ്യന്മാരെ നമ്മൾ ഇങ്ങനെ ആയിപ്പോയി? എന്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആയിപ്പോയി? നിന്റെ ഖൗമിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങളാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ നാം ഒരു ഖലീഫയെ നിശ്ചയിക്കുകയാണ്. ഖലീഫ എന്ന് പറഞ്ഞാൽ അതിന് പല താല്പര്യങ്ങളുണ്ട്. ഒന്ന്, ഖൗമുൻ യഖ്ലുഫു ബഅ്ദുഹു ബഅ്ദ, ഖർനൻ അലാ ഖർനൻ, ഒരു സമൂഹത്തിന് ശേഷം അടുത്തൊരു സമൂഹമായി ഇങ്ങനെ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന സമൂഹത്തെയാണ്, ഒരു വിഭാഗത്തിന് ശേഷം അടുത്ത വിഭാഗം, ഒരു തലമുറയ്ക്ക് ശേഷം അടുത്ത തലമുറയായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന വിഭാഗത്തെയാണ് ഖലീഫ എന്ന് പറയുന്നത്. അഥവാ മനുഷ്യൻ തന്നെ, നമ്മൾക്ക് മുമ്പ് വേറെ തലമുറ ഉണ്ടായിരുന്നു ഇവിടെ, അതിനു മുമ്പ് വേറെ ഉണ്ടായിരുന്നു, നമുക്ക് ശേഷം അടുത്ത വേറെ ബാച്ച് വരും, അതിനുശേഷം വേറെ ബാച്ച് വരും. ഇങ്ങനെ ബാച്ചായി വരുന്നതിനെയാണ് ഖലീഫ എന്ന് പറയുന്നത്. എന്നിട്ട് ഇബ്നു കസീർ 4 ആയത്തുകൾ അതാണ് അതിന്റെ താല്പര്യം എന്നതിന് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ വ്യാഖ്യാനം ഇമാം ബഖവി പറയുന്നത് ഖലീഫ എന്ന് പറഞ്ഞാൽ ആദം അലൈഹിസ്സലാമയാണ്. ആദമിനെ ഭൂമിയിലേക്ക് മനുഷ്യന്റെ പ്രതിനിധി എന്ന നിലക്ക്, മനുഷ്യന്റെ ആദ്യ പിതാവ് എന്ന നിലക്ക് ആദം അലൈഹിസ്സലാമിനെ നാം ഭൂമിയിലേക്ക് നിശ്ചയിക്കാൻ വേണ്ടി പോകുന്നു എന്നാണ്. സമ്മാഹു ഖലീഫ, ആദമിന് ഖലീഫ എന്ന് പേര് വരാൻ കാരണം ലിഅന്നഹു ഖലഫൽ ജിന്ന്, ജിന്നുകൾക്ക് അനന്തരം വന്ന ജിന്നുകളായ തലമുറകളായിരുന്നു ഈ ഭൂമിയിൽ മനുഷ്യവർഗത്തിന് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്നത്. ജിന്ന് വിഭാഗങ്ങളായിരുന്നു. അതുകൊണ്ട് അവരെ പിന്തുടർന്നു വരുന്നവർ എന്ന അടിസ്ഥാനത്തിൽ ഖലീഫ എന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് പേര് വന്നു. അവർക്ക് ശേഷം വന്നവരാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിനിധീകരിക്കുന്നവർ എന്നാണ്. ഇനി സ്വഹീഹായി മറ്റൊരു അഭിപ്രായം നമുക്ക് കാണാം, അന്നഹു ഖലീഫത്തുല്ലാഹി ഫീ അർളിഹി, ഭൂമിയിൽ അല്ലാഹുവിന്റെ ഖലീഫയാണ് മനുഷ്യൻ.
നമ്മൾ എന്തിനാണ് അല്ലാഹു തആല ഭൂമിയുടെ പ്രതിനിധിയായി ഏതെങ്കിലും ഒരു മൃഗത്തെ നിശ്ചയിച്ചില്ല, ഏതെങ്കിലും വേറെ ഏതെങ്കിലും ജീവജാലങ്ങളെ അല്ലാഹു തആല നിശ്ചയിച്ചില്ല. ഭൂമിയുടെ ഭരണം, ഭൂമിയുടെ നിയന്ത്രണം അത് കൈയാളുന്നത് മനുഷ്യനാണ്. മനുഷ്യനെ അത് ഏൽപ്പിക്കാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ വസിയ്യത്തുകൾ, അവന്റെ കൽപ്പനകൾ, അവന്റെ അഹ്കാമുകൾ, വിധി നിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ അത് നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി അല്ലാഹു തആല നിശ്ചയിച്ചു വെച്ചിട്ടുള്ള, തീരുമാനിച്ച് അയച്ചിട്ടുള്ള പ്രതിനിധികളാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ എന്ന് മൂന്നാമത്തെ അഭിപ്രായം കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്. ഖാലു, മലക്കുകൾ ചോദിച്ചു, അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ. ഇത് ലോകത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. അതജഅലു ഫീഹാ, അല്ലാഹുവേ ആ ഭൂമിയിൽ നിശ്ചയിക്കുകയാണ്, മൻ യുഫ്സിദു ഫീഹാ, ഭൂമിയിൽ ഫസാദുകൾ ഉണ്ടാക്കുന്ന, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗത്തെ, വയസ്ഫികു ദിമാ, രക്തം ചിന്തുന്നതിൽ, പരസ്പരം രക്തം ചിന്തുന്നതിൽ, കൊല്ലുന്നതിൽ, കൊലപാതകങ്ങൾ നടത്തുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത ഒരു സമൂഹത്തെ എന്തിനാണ് റബ്ബേ ഭൂമിയിൽ നിശ്ചയിക്കുന്നത് എന്ന് ഇമാം ഖത്താദ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്. കാനല്ലാഹു, ഇതെങ്ങനെ മലക്കുകൾ അറിഞ്ഞു? മലക്കുകൾ എങ്ങനെ അറിഞ്ഞത്? വരാനിരിക്കുന്ന കാര്യല്ലേ? പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചു, അതിനുശേഷം വരാനിരിക്കുന്ന കാര്യങ്ങൾ മലക്കുകൾ എങ്ങനെ അറിഞ്ഞു എന്നതിന് രണ്ട് മറുപടികൾ പറയുന്നുണ്ട്. ഒന്ന്, അന്നഹു ഇദാ കാന ഫിൽ അർളി ഖൽഖുൻ അഫ്സദു ഫീഹാ വസഫഖു ദിമാ, ഭൂമിയുടെ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് വെറുതെ ജീവിച്ച് മണ്ണായി പോകലല്ല, മറ്റു ജീവജാലങ്ങളെ പോലെ, മറ്റു ജന്തുക്കളെ പോലെ, മറ്റു മൃഗങ്ങളെ പോലെ, പറവാദികളെ പോലെ വെറുതെ ജീവിച്ച് തീരുകയല്ല, മറിച്ച് ഭൂമിയുടെ സ്വതന്ത്രമായ അധികാരവും അതിന്റെ പ്രവർത്തനാനുമതിയും ഒരു വിഭാഗത്തിന് ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ പരസ്പരം ചോര ചിന്താനും പരസ്പരം കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാനും അവർ മുതിരുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു തആല അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ. ഇതാണ് ഈ ഭൂമിയിൽ നമ്മൾ കാണുന്നത്. ഇതാണ് ഭൂമിയിൽ നമ്മൾ കാണുന്നത്. അതിന്റെ പേരിൽ വല്ലാത്തൊരു ടെൻഷന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ അഭിപ്രായം പറയുന്നത് എന്താണ്? അവർ നേരത്തെ ജിന്നുകളുടെ സ്വഭാവം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം മനുഷ്യരും ജിന്നുകളും മാത്രമേ സ്വതന്ത്രമായ പ്രവർത്തനാധികാരം നൽകപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഒന്ന് മനുഷ്യനും മറ്റൊന്ന് ജിന്നുകളുമാണ്. ആ ജിന്നുകളാണ് ഭൂമിയിൽ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത്. സ്വതന്ത്രമായ ചിന്താശേഷിയും പ്രവർത്തനശേഷിയും കൊടുത്ത, നന്മയും തിന്മയും ചെയ്യാൻ രണ്ടിനും സ്വാതന്ത്ര്യം കൊടുത്ത വിഭാഗം മനുഷ്യന് മുമ്പുണ്ടായത് ജിന്നാണ്. ആ സ്വാതന്ത്ര്യമാണ് ഇനി വേറെ വിഭാഗത്തിന് കൂടി, മനുഷ്യൻ എന്ന് പറയുന്ന, ഇൻസാൻ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗത്തിന് കൂടി കിട്ടാൻ പോകുന്നത്. അവരും ഭൂമിയിൽ പരസ്പര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചോര തിന്നുകയും കലാപങ്ങളും യുദ്ധങ്ങളും ഉണ്ടാക്കുകയും അല്ലേ ചെയ്യുക എന്ന് സ്വാഭാവികമായി മലക്കുകൾ ചോദിച്ചത് അതുകൊണ്ടാണ്. അത് രണ്ടും നമ്മളിവിടെ കാണും. എന്നിട്ട് മലക്കുകൾ പറഞ്ഞു, വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. മലക്കുകൾ പറഞ്ഞു, നിനക്ക് തസ്ബീഹ് ചെയ്യാൻ, നിനക്ക് തഹ്മീദ് ചെയ്യാൻ, നിനക്ക് തഖ്ദീസ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ഇല്ലേ അല്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു. അപ്പോ മനുഷ്യനെ യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് എന്തിനാണ്? അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യാൻ, അല്ലാഹുവിനെ തഹ്മീദ് ചെയ്യാൻ, അല്ലാഹുവിനെ തഖ്ദീസ് ചെയ്യാൻ. ഇതിനാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യൻ അത് സൃഷ്ടിച്ചതിന് പകരം ഞങ്ങളുണ്ടല്ലോ അല്ലാഹുവേ നിന്നെ പുകഴ്ത്താൻ, നിന്നെ പറ്റി പറയാൻ, നിന്നെ പ്രശംസിക്കാൻ, നിന്നെ തസ്ബീഹ് ചെല്ലാൻ, നിന്റെ മഹത്വം വാഴ്ത്താൻ, നിന്റെ ഉന്നതി വാഴ്ത്താൻ. ഇതാണ് നമ്മുടെ ജോലി. നമ്മൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ജോലി എടുക്കുമ്പോഴും എപ്പോഴും ഒരു മനുഷ്യൻ ഉത്തരവാദിത്തം നൽകപ്പെട്ട, സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു മനുഷ്യന്റെ ജോലി എന്നുള്ളത് അല്ലാഹുവിനെ ഓർത്ത് അവനെ തസ്ബീഹ് ചെല്ലലാണ്. ഇതെല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതം അടുത്ത് ആത്മഹത്യയുടെ മുമ്പിൽ വരമ്പിൽ നിൽക്കുന്ന മനുഷ്യന് പോലും തസ്ബീഹ് പരിഹാരമാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അവന്റെ ചിന്തമാണ്.
അല്ലാഹുവിനെ സംബന്ധിച്ച് ഓർത്ത് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യയുടെ വരമ്പിൽ നിൽക്കുന്ന മനുഷ്യന്റെ പ്രശ്നങ്ങൾ പോലും പ്രശ്നമല്ല എന്ന് അവൻ മനസ്സിലാവും. കാരണം തന്റെ പ്രശ്നങ്ങൾ അറിയുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഒരു റബ്ബ് ഉണ്ട് എന്ന ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മളെല്ലാവരും പ്രശ്നങ്ങളുടെ പിന്നാലെ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, കച്ചവട സ്ഥലത്തുള്ള പ്രശ്നങ്ങൾ, സ്കൂളിലുള്ള പ്രശ്നങ്ങൾ, കോളേജിലുള്ള പ്രശ്നങ്ങൾ, രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ, മനുഷ്യൻ മുഴുവൻ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ തിരിച്ചറിവ് വന്ന കാലഘട്ടം മുതൽ അവൻ മരിക്കുന്നത് വരെ പ്രശ്നങ്ങളിലാണ്. ഈ പ്രശ്നങ്ങളിൽ നിന്നുള്ള രക്ഷ എന്നുള്ളത് തസ്ബീഹാണ് യഥാർത്ഥത്തിൽ. സുബ്ഹാനല്ലാഹ് എന്ന വാക്കാണ്, അൽഹംദുലില്ലാഹ് എന്ന വാക്കാണ്, അല്ലാഹു അക്ബർ എന്ന വാക്കാണ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന വാക്കാണ്. ഇത്തരം വാക്കുകൾ മനുഷ്യന് വല്ലാത്തൊരു സമാധാനം നൽകുകയും ഏത് പ്രശ്നത്തിലും ഉറച്ചു നിൽക്കാനുള്ള ധൈര്യവും സ്ഥൈര്യവും തസ്ബീഹുകൾ മനുഷ്യന് നൽകും എന്ന് നമ്മൾ ഇവിടെ വെച്ച് തിരിച്ചറിയുക. വലിയ ഒരു ആശ്വാസമാണ് തസ്ബീഹ്. അത് മലക്കുകൾ പറഞ്ഞ നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. ഇനി തസ്ബീഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ നുനസ്സിഹുക അമ്മാ ലാ യലീഖു ബിസിഫാതിക. നിന്റെ സിഫത്തിന് യോജിക്കാത്ത കാര്യങ്ങളൊന്നും നിനക്കില്ല എന്ന് പറയും. അല്ലാഹുക്ക് യോജിക്കാത്ത സിഫത്തുകൾ, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത, അള്ളാഹ് വെറുക്കപ്പെടുന്ന, അള്ളാഹുവിനെ എലിയക്ക് അല്ലാത്ത തരത്തിലുള്ള സ്വഭാവ വിശേഷണങ്ങൾ ചാർത്തുന്നതിന്റെ പേരാണ് ശിർക്ക് എന്നത്. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് എന്നതിന്റെ കൂടെ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, അവർ ശിർക്ക് വെക്കുന്നതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ്, അള്ളാഹു മുക്തനാണ് എന്ന് തസ്ബീഹ് പറയാൻ കാരണം അതാണ്. കാരണം എന്റെ ഈ പ്രയാസം മാറണമെന്നുണ്ടെങ്കിൽ അള്ളാഹ് പോരാ, അള്ളാഹ്ക്ക് മാത്രമായിട്ട് ഇത് നടക്കാൻ പറ്റില്ല. അള്ളാഹ്ക്ക് ചില ശുറക്കാകളുണ്ട്, ചില അബ്നാകളുണ്ട്, ചില മക്കളുണ്ട്, അള്ളാഹ്ക്ക് ചില പങ്കാളികളുണ്ട്, ചില പാർട്ട്ണർമാരുണ്ട്. അവർ വിചാരിച്ചെങ്കിൽ മാത്രമേ അതുണ്ടാവുള്ളൂ, അത് നടക്കുള്ളൂ. ഇത് അള്ളാഹനെ ചെറുതാക്കലാണ്. മഴക്ക് വേറൊരു ദേവൻ, വായുവിന് വേറൊരു ദേവൻ, ഭൂമിക്ക് വേറൊരു ദേവൻ, ആകാശത്തിന് വേറൊരു ദേവൻ, ഇങ്ങനെ ഇസ്ലാമിലില്ല. ഭക്ഷണം ഏൽപ്പിക്കപ്പെട്ടത് വേറൊരു ദേവൻ, അതേപോലെ തന്നെ സമുദ്രം ഏൽപ്പിക്കപ്പെട്ട വേറൊരു ദേവനോ ദേവിയോ, ഇങ്ങനെ ഇസ്ലാമിലില്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹുവാണ് തീരുമാനിക്കുന്നത്. ഒരാളെ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി. ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇല്ല. മെഡിക്കൽ കോളേജ് പോലെയല്ല, ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെന്റ്. ഇതുപോലെയല്ല. അള്ളാഹ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് കാര്യത്തിനും നിങ്ങൾ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ വിളിക്കുകയും സമീപിക്കുകയും ചെയ്താൽ മതി. ഇതാണ് തൗഹീദ്. ആ ശിർക്ക് വെക്കുന്നവരിൽ ഞാനില്ല എന്ന പ്രഖ്യാപനമാണ് സുബ്ഹാനല്ലാഹ് എന്ന വാക്ക്. നുനസ്സിഹുക അമ്മാ ലാ യലീഖു വതസ്ബീഹു ഫീ കലാമിഹി അതൻസീഹു മിനസ്സൂഇ അലാ വജ്ഹി തഅളീം. സൂആയ അല്ലാഹുവിന് ഒരു മോനുണ്ട്, ഒരു മോനെ ആവശ്യമാണ് അല്ലാഹുക്ക്. മോനില്ലെങ്കിൽ പറ്റൂല അല്ലാഹുക്ക്. ഇത് അല്ലാഹനെ കൊച്ചാക്കലാണ്. ഈസാ നബി അള്ളാന്റെ മോനാണ്, ഉസൈർ നബി അള്ളാന്റെ മോനാണ്, മലക്കുകൾ അള്ളാന്റെ പെൺമക്കളാണ്. ഇത് അള്ളാഹുവിനെ കൊച്ചാക്കലാണ്. ആ മോനില്ലെങ്കിൽ, മക്കളില്ലെങ്കിൽ അള്ളാഹ്ക്ക് പറ്റൂല. മോനും മക്കളും അള്ളാന്റെ വീക്ക്നെസ് ആണ്, അള്ളാന്റെ ദൗർബല്യങ്ങളാണ്. ഇത് അള്ളാഹുവിനെ കൊച്ചാക്കലും അള്ളാഹുവിനെ പരിഹസിക്കലും അവരെ യോജിക്കാത്ത സിഫത്തുകൾ അവന് കൂടാ. ഒരു മോന്റെ ആവശ്യം അള്ളാഹ്ക്കില്ല. അള്ളാഹ് ക്ഷീണിക്കൂല, അള്ളാഹ് വയസ്സാവൂല, അള്ളാഹ് മരിക്കൂല. ഒരു മോന്റെ ആവശ്യം അള്ളാഹ്ക്കില്ല. ഒരു മക്കളെ കുഞ്ഞാലിക്കേണ്ട, അതാലോലിക്കേണ്ട ആവശ്യം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എല്ലാവരും അള്ളാഹുവിന്റെ അടിമകൾ മാത്രമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ അലയടിക്കപ്പെടുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറയലാണ് തസ്ബീഹ് എന്നുള്ളത്. മിണ്ടാതെ നിൽക്കലല്ല, അവൻ ഇഷ്ടപ്പെടൂല, അവർക്കത് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് പറയലല്ല. അത് പുകഴ്ത്ത, അത് പറയേണ്ടടുത്ത് നിലപാട്, ആദർശം അത് പറയാനുള്ളതാണ്. അത് പറയാൻ മലക്കുകൾ പറഞ്ഞു, ഞങ്ങളുണ്ടല്ലോ അല്ലാഹ് നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. നിന്നെ പരിശുദ്ധപ്പെടുത്താൻ, നിന്നെ പുകഴ്ത്താൻ, നിന്റെ പ്രശംസാവചനങ്ങൾ ഉരുവിടാൻ, അത് പ്രഖ്യാപിക്കാൻ മലക്കുകളായി ഞങ്ങളുണ്ടല്ലോ റബ്ബേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മലക്കുകൾ പറഞ്ഞത് അല്ലാഹുവിനോട് ഖാല അൽ ഹസൻ ബസരി,
അദ്ദേഹം പറയുക യഖൂലു സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന വാക്ക് വഹുവ സ്വലാത്തുൽ ഖൽഖ്, അത് സൃഷ്ടികളുടെ സ്വലാത്താണ്. നിസ്കാരം മനുഷ്യനൊഴികെയുള്ള, മനുഷ്യൻ ജിന്നുകൾ ഒഴികെയുള്ള മറ്റ് സൃഷ്ടികളുടെ നിസ്കാരം ഖുർആൻ പറഞ്ഞത് വലാ തഫഖഹൂന തസ്ബീഹഹും, അവരുടെ തസ്ബീഹ് നിങ്ങൾക്കറിയൂല. ഓരോ ജീവജാലങ്ങളും അവയുടേതായ രീതിയിൽ നമസ്കരിക്കുന്നുണ്ട്, തസ്ബീഹ് പറയുന്നുണ്ട്. അവരുടെ തസ്ബീഹും അവരുടെ നമസ്കാരവും എന്താണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇത് ഓരോ പക്ഷിയുടെയും തസ്ബീഹ് ഇതാണ്, ഓരോ മത്സ്യത്തിന്റെയും തസ്ബീഹ് ഇതാണ്, ഓരോ മൃഗങ്ങളുടെയും ജീവജാലങ്ങളുടെയും തസ്ബീഹ് ഇതാണ് എന്ന് മാത്രമല്ല വസ്വലാത്തുൽ ബഹായിം. ബഹായിം എന്ന് പറഞ്ഞാൽ നാൽക്കാലികളാണ്. ആ നാൽക്കാലികളുടെ അതല്ലാത്തവയുടെയും തസ്ബീഹ് എന്തിനാണ്? സിവൽ ആദമിയീൻ, ആദമികളുടെ മനുഷ്യരുടേത് ഒഴികെ. അലൈഹാ യുർസഖൂൻ, അലൈഹാ യുർസഖൂൻ, വളരെ ശ്രദ്ധിക്കണം. അലൈഹാ യുർസഖൂൻ, ആ തസ്ബീഹുകൾ കൊണ്ടാണ് അവകൾക്ക് ഭക്ഷണം ലഭിക്കുന്നത്. നേരം വെളുത്ത് കിളികൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ മതി, ഭക്ഷണം അവരിലേക്ക് എത്തും, അല്ലെങ്കിൽ ഭക്ഷണം ഉള്ളിടത്തേക്ക് അവരെ അങ്ങെത്തിക്കും. മനുഷ്യൻ പട്ടിണി കിടക്കുന്നു, മനുഷ്യൻ എവിടെക്കുണ്ട് ഏതൊക്കെയുണ്ട്, ഓരോ പഞ്ചായത്തിലും എത്ര മനുഷ്യന്മാരുണ്ട് കൃത്യമായിട്ട് നമുക്കറിയാം. ഓരോ രാജ്യത്തിലും എല്ലാവർക്കും അറിയാം, ഭരണാധികാരികൾക്കും പഞ്ചായത്തിലും കോർപ്പറേഷനും സെക്രട്ടേറിയറ്റിലും നിയമസഭകൾക്കും എല്ലാം അറിയാം. ഓരോ രാജ്യത്തും എത്ര മനുഷ്യരുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം. അവർക്ക് കൊടുക്കേണ്ട റേഷൻ, ഇത്ര റേഷൻ കൊടുത്താൽ അവർ പട്ടിണില്ലാതെ കഴിഞ്ഞോളും എന്ന് ലോകത്തെ മുഴുവൻ രാജ്യങ്ങൾക്കും അറിയാം. പക്ഷേ എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ ഇവിടെ പട്ടിണി. പക്ഷേ ആകാശത്തിൽ എത്ര കിളികൾ പറക്കുന്നുണ്ട് മനുഷ്യൻ അറിയില്ല. സമുദ്രത്തിൽ എത്ര മത്സ്യങ്ങളുണ്ട് മനുഷ്യൻ അറിയില്ല. കാടുകളിൽ എത്ര ജീവജാലങ്ങൾ പാർക്കുന്നത് മനുഷ്യൻ അറിയില്ല. ആ ജീവജാലങ്ങൾക്ക് മുഴുവൻ ഭക്ഷണം കിട്ടുന്നു. ഒരു പക്ഷിയും ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന് ചത്ത ചരിത്രം എവിടെയും നമ്മൾ വായിക്കുന്നില്ല. മനുഷ്യന്റെ കൂടെ ജീവിക്കുന്ന ചില പക്ഷികൾ ഉണ്ടെങ്കിൽ മനുഷ്യൻ അവക്ക് ഭക്ഷണം കൊടുക്കാതെ പട്ടിണി കിടന്ന് ചാകും എന്നുള്ളതല്ലാതെ ഏതെങ്കിലും കാടുകളിലോ ഏതെങ്കിലും പർവ്വത പ്രാന്തങ്ങളിലോ ഏതെങ്കിലും കടലുകളിലോ ആ ജീവജാലങ്ങൾ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്ന് മരിച്ചു, ഇത്ര മത്സ്യങ്ങൾ ഭക്ഷണം കിട്ടാതെ പെടഞ്ഞ് മരിച്ചു എന്നൊരു വാർത്ത എവിടെ കാണാൻ സാധ്യമല്ല. അവർക്ക് എന്തുകൊണ്ടത് കിട്ടുന്നു? അലൈഹാ യുർസഖൂൻ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന വാക്കുകൊണ്ട് അവർക്ക് ഭക്ഷണം കിട്ടും. അവർക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം അവരുടെ ആ കിളികളുടെ ആ കളകളാരവങ്ങൾ അവയെല്ലാം തസ്ബീഹുകളാണ്. നിങ്ങൾക്ക് അവരുടെ തസ്ബീഹുകൾ നിങ്ങൾക്ക് മനസ്സിൽ തസ്ബീഹ് എന്നുള്ളത് വലിയൊരു കാര്യം. പ്രശ്നങ്ങൾ മാറാൻ അത് മതി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അത് പറഞ്ഞുകൊണ്ട് നടന്നോ, എത്ര വേണമെങ്കിലും അത് പറഞ്ഞുകൊണ്ട് നടന്നോ. വാഹനത്തിലാകുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ജോലിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന വാക്ക് പറഞ്ഞാൽ റിസ്ക് കിട്ടും എന്നാണ് ഇതിന് സാരം. റിസ്ക് കിട്ടും, അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. ചെയ്യുന്ന പണി എളുപ്പമായി മാറും, പഠനം എളുപ്പമായി മാറും, എല്ലാ കാര്യങ്ങളും എളുപ്പമായി മാറാൻ ഒരു വാക്കാണ് എന്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. നമ്മൾ ഇതാ പറയേണ്ടത്. നമ്മൾ ഈ വ്യാജ വാർത്ത അങ്ങോട്ടും ഇങ്ങോട്ടും വായിച്ച് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് ആരെ ജയിക്കും, ഇറാനാണോ ഇസ്രായേലാണോ മറ്റാളാണോ മറിച്ചാളാണോ അതാണോ ഇതാണോ നമ്മൾ ഇവിടെ കിടന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട ജോലി അല്ലാഹുവിനോട് അത് ചെയ്താൽ എല്ലാ കാര്യങ്ങളും, ഭൂമിയുടെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു തആല നടപ്പിലാക്കും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. മറ്റുള്ളവരെ ചീത്ത പറയുന്ന നേരം കൊണ്ട്, വ്യാജമായ വാർത്തകളുടെ പിന്നാലെ പോയി സമയം നശിപ്പിക്കുന്ന നേരം കൊണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു മിനിറ്റിൽ 60 പ്രാവശ്യമെങ്കിലും പറയാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ്. ബാക്കിയെല്ലാം വേസ്റ്റാണ്. ഒരർത്ഥമില്ലാത്ത കുറെ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ. ഇപ്പൊ ഇവിടെ ഖുതുബ പോലും ചില ആളുകളെ ഖുതുബന്റെ നോട്ട്സുകൾ ഞാനിങ്ങനെ വായിച്ചു. മൊത്തം നിലമ്പൂരും പരിസര പ്രദേശങ്ങളൊക്കെ ഖുതുബയിൽ പോലും രാഷ്ട്രീയവും അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പും മറ്റതും മറിച്ചതും, അത് LDF ആണ്, UDF ആണ്, മറ്റേ DF ആണ്, അതാണ് ഇതാണ്. എന്ത് മനുഷ്യന്മാരെ ഇതുകൊണ്ടൊക്കെ എന്ത് കാര്യം?
ഇതൊക്കെ ദുനിയാവിന്റെ വെറും പാഴ്വേലകൾ മാത്രമെന്ന് നമുക്കറിയാം. അതൊക്കെ അതിൻ്റെതായ മഖാമുകളും സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് എന്നുള്ളതല്ലാതെ അതിന്റെ പിന്നാലെ ജീവിതം ഇങ്ങനെ ഹോമിച്ചിട്ട് ഒരു കാര്യമില്ല. രാഷ്ട്രീയത്തിന്റെ പിന്നാലെ, വിവാദങ്ങളുടെ പിന്നാലെ, തർക്കങ്ങളുടെ പിന്നാലെ, ലോകവാർത്തകളുടെ പിന്നാലെ മനുഷ്യൻ ചെയ്യേണ്ട പണി എന്താണ്? ഇതാണ് മനുഷ്യൻ ചെയ്യേണ്ട പണി. എല്ലാം ജീവജാലങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നത് ഇത് പറഞ്ഞിട്ടാ. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തിയിട്ടില്ല. വൈകുന്നേരം 7 മണിയാകുമ്പോൾ ഒരു ചാനലിൽ ഒരു ഡിബേറ്റ്, മറ്റേ ചാനലിൽ വേറൊരു ഡിബേറ്റ്, വേറെ ചാനലിൽ വേറെ ഡിബേറ്റ്. ഈ ഡിബേറ്റ് നടത്തിയിട്ടില്ല അവർക്ക് ഭക്ഷണം കിട്ടുന്നത്. നല്ല മനോഹരമായ പ്രകൃതികൾ നിങ്ങൾക്ക് കാണാം. കാടുകളിലേക്ക് ചെന്നാൽ, മനുഷ്യവാസമില്ലാത്ത ദ്വീപുകളിലേക്ക് ചെന്നാൽ അതിമനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ചകൾ അവിടെ കാണാം. മൃഗങ്ങളും സസ്യങ്ങളും അതേപോലെ തന്നെ പറവകളും സുന്ദരമായ യുദ്ധങ്ങളില്ലാതെ, കലാപങ്ങളില്ലാതെ, കലഹങ്ങളില്ലാതെ മനോഹരമായി ജീവിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ എന്തെങ്കിലും പോയി ചെയ്തിട്ടല്ല, സാംസ്കാരിക നായകർ പോയി എന്തെങ്കിലും ചെയ്തിട്ടില്ല, വാർത്താ ചാനലുകൾ അവിടെ ഉണ്ടായത് കൊണ്ടല്ല, മറിച്ച് അവിടെ എന്തുണ്ട്? അവര് ചെയ്യുന്നത് തസ്ബീഹാണ്. ഇതെത്ര നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന അവരുടെ തസ്ബീഹ് ആണ് അവരുടെ ജീവിതത്തിന്റെ താളത്തിനും ലയത്തിനും മനോഹാരിതക്കും കാരണം. തസ്ബീഹാണ്. അള്ളാഹുവിനെ ഓർക്കലാണ്, തൗഹീദിന്റെ വചനങ്ങൾ അവർ പറയലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇത് മാത്രമല്ല, റസൂലുള്ളാഹിനോട് ചോദിച്ചു, അയ്യുൽ കലാമി അഫ്ളൽ, ഒരു മനുഷ്യൻ പറയുന്ന വർത്തമാനങ്ങളിൽ ഏറ്റവും അഫ്ളലായത് ഏതാണ്? ഒരു മനുഷ്യൻ പറയുന്ന, നാവുകൊണ്ട് പറയുന്ന, അത് LDF വോട്ട് ചെയ്യും, UDF വോട്ട് ചെയ്യും, BJP അങ്ങനെയാണ്, LDF ഇങ്ങനെയാണ്, മറ്റയാൾ അങ്ങനെയാണ്, ഇതല്ല. ഏറ്റവും ശ്രേഷ്ഠ, അപ്പൊ നമ്മൾ ഏറ്റവും നല്ല വർത്തമാനം ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മുസ്തഫല്ലാഹു ലിമലായികതിഹി, അല്ലാഹ് തന്റെ മലക്കുകൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത വാക്കാണ് ഏറ്റവും നല്ല വാക്ക്. നമ്മൾ ഇതെല്ലാം എന്തിനാ ചെയ്യണത്? രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും ലോകവാർത്ത ഇതെന്തിനാ ചെയ്യണത്? അവനോട് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്, അവനോന്റെ നാടിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ്, രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്, കുടുംബത്തിലെ പട്ടിണിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും ഇതിനെ പണിയെടുക്കണം. എല്ലാ പ്രവർത്തനങ്ങളും നടക്കണം ഇതിനാണ്. അതിനെന്ത് മതി? സുബ്ഹാനല്ലാഹി വിവാദങ്ങളിൽ നിന്ന് മാറി അവനോട് നിശ്ചയിച്ച പണികൾ, അധ്വാനം അത് നന്നായിട്ട് ചെയ്യുക. അവനോന്റെ ജോലിയിൽ കോൺഫിഡൻസ് ആയി, അവനോന്റെ ജോലിയിൽ ഏകാഗ്രതയോടുകൂടി അത് ചെയ്യുക. ബാക്കിയുള്ള സമയങ്ങൾ വിവാദങ്ങളിൽ ഏർപ്പെടാതെ അല്ലാഹുവിനുള്ള ദിക്റിലും ശുക്റിലും ഇബാദത്തിലും ഏർപ്പെടുക. വിശിഷ്യ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത് അല്ലാഹു മസ്തഫല്ലാഹു ലിമലായികതിഹി ഔ ലിഇബാദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അല്ലാഹുവിന്റെ മലക്കുകൾക്കും അല്ലാഹുവിന്റെ ഇബാദുകൾക്കും അല്ലാഹ് പറയാൻ, വർദ്ധിക്കുമ്പോൾ പറയാൻ അല്ലാഹ് തിരഞ്ഞെടുത്ത വാക്കാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഖുതുബയിൽ വേറെ എല്ലാം നമ്മൾ മറന്ന് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ഈ ഒരൊറ്റ വാക്ക് മാത്രമേ ഈ ഖുതുബയിൽ നിന്ന് കേൾക്കുന്നുള്ളൂ എങ്കിലും അത് മുതലാണ്, ജീവിതമാണത്. അത് ജീവിതത്തിന്റെ, മനുഷ്യ ജീവിതത്തിന്റെ രക്ഷയാണത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹ് അതേപോലെ റസൂലുള്ളാഹി കൂടി പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഫീ റുകൂഇഹി വസുജൂദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റുകൂഇലും തന്റെ സുജൂദിലും പറയുമായിരുന്നു, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ്. സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ റുകൂഇ ഇതും പറയാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി എന്നതിന് പകരമായും മാറ്റിയും പല സമയത്ത് പല രീതിയിലുള്ള ദിക്റുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റുകൂഇലും അതേപോലെ തന്നെ സുജൂദിലും ഒക്കെ മാറ്റി മാറ്റി വ്യത്യസ്തങ്ങളായ തസ്ബീഹിന്റെ വാക്കുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാനായിട്ട് സാധിക്കും. അതിൽപ്പെട്ടതാണ് എന്ത്? ഇത് സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ് എന്നുള്ള
പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ നമസ്കാരത്തെ നേരെ നിർത്തുന്ന കാര്യമാണ്. നമസ്കാരത്തെ അല്ലാഹു സ്വീകരിക്കുന്ന നമസ്കാരമാക്കി മാറ്റുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദ്കാറുകളും അതേപോലെ തന്നെ തസ്ബീഹുകളും അത് പഠിക്കലും അത് പഠിപ്പിക്കലും അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കലുമാണ് നമ്മുടെ യഥാർത്ഥമായ ജീവിത ദൗത്യം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. വഖദ് സബത ഫി സ്വഹീഹിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഒരു വാക്ക്, ഇന്നൽ മലായികത ഇദാ സ്വഇദത് ഇലാ റബ്ബി തആല, അല്ലാഹുവിലേക്ക് മലക്കുകൾ കയറി പോകുമ്പോൾ നമ്മുടെ അമലുകൾ കൊണ്ടാണ് അല്ലാഹുവിന്റെ അടുത്തേക്ക് കയറി പോവാം. നമ്മൾ ഓരോരുത്തരും എന്ത് അമലാണ് അന്ന് ചെയ്തത് എന്ന പ്രവർത്തന റിപ്പോർട്ട്, നമ്മുടെ റിപ്പോർട്ട് കൊണ്ടാണ് മലക്കുകൾ ഓരോ ദിവസവും എത്തുന്നത്. നമ്മൾ ആലോചിക്കുക, നമ്മുടെ റിപ്പോർട്ടിൽ എന്ത് ഇബാദത്ത് ഉണ്ടാകും, എന്ത് അമലുകൾ ഉണ്ടാകും. ഈ വിവാദങ്ങൾക്കപ്പുറം ഈ വ്യാജ വാർത്തകൾ കണ്ട് സമയം ഇങ്ങനെ ചാനൽ ഇങ്ങനെ മാറ്റി 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 ഇങ്ങനെ ഇരിക്കണമാണ് ചില പ്രായമായ ആൾക്കാർ. അതേസമയം അല്ലാഹ് അനുഗ്രഹിച്ച ചില മനുഷ്യന്മാർ ദിക്റായിട്ട് എപ്പോഴും ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന, അല്ലാഹ് വലിയ തൗഫീഖ്. രണ്ടാളും മരിക്കും. ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഈ ദുനിയാവ് വെറുതെ ഉണ്ടാക്കിയതല്ല. ഒരുപാട് സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങൾ കൊണ്ടാണ് ഈ ഭൂമിയെ അല്ലാഹു തആല നിലനിർത്തുന്നത്. നമ്മളിവിടെ ചെയ്യുന്ന ഓരോ അമലുകളും റെക്കോർഡാണ്. ആ റെക്കോർഡ് പ്രവർത്തന റിപ്പോർട്ടുമായി മലക്കുകൾ ദിനേന അല്ലാഹുവിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അല്ലാഹു തആല തന്റെ അടിമകളെ കുറിച്ച് ചോദിക്കും, കൈഫ തറക്തും ഇബാദി, എന്റെ അടിമകൾ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിക്കും. ഫയഖൂലൂന, അവർ പറയും, അതൈനാഹും വഹും യുസല്ലൂന വതറക്നാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ അവർ നിസ്കരിക്കുകയായിരുന്നു. നമ്മളങ്ങോട്ട് പോകുമ്പോഴും അവർ നിസ്കാരത്തിലാണ്, നമ്മളങ്ങോട്ട് തിരിച്ചു പോകുമ്പോഴും അവർ നിസ്കരിക്കുകയായിരുന്നു. നിങ്ങളുടെ സുബഹിക്ക് വരുന്ന മലക്കുകളുണ്ട്, അസ്റിന് വരുന്ന മലക്കുകളുണ്ട്, സുബഹിക്ക് തിരിച്ചു പോകുന്ന മലക്കുകളുണ്ട്, അസ്റിന് തിരിച്ചു പോകുന്ന മലക്കുകളുണ്ട്. സുബഹിക്ക് തിരിച്ചു പോകുന്ന മലക്കുകൾ അള്ളാഹിന്റെ അടുത്ത് പോയി പറയും, അല്ലാഹ് അവർ സുബഹി നിസ്കരിക്കുകയായിരുന്നു. അസ്റിന് തിരിച്ചു പോകുന്ന മലക്കുകൾ അള്ളാഹിനോട് പറയും, അല്ലാഹ് അവർ അസ്ർ നിസ്കരിക്കുകയായിരുന്നു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പറ്റി എന്തൊക്കെ പറയും എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ സുബഹി നിസ്കരിക്കുകയായിരുന്നു എന്ന് പോയ മലക്കുകൾ നമ്മളെ പറ്റി പറയുമോ? നമ്മൾ അസ്ർ നിസ്കരിക്കുകയായിരുന്നു എന്ന് പോകാനുള്ള മലക്കുകൾ നമ്മളെ കുറിച്ച് പറയുമോ എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജീവിതം ഇബാദത്തുകളിലായി, ദുആകളിലായി, തസ്ബീഹുകളിലായി കഴിച്ചു കൂട്ടാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ജീവിതം അല്ലാഹുവിനുള്ള ഇബാദത്തിനായി കഴിച്ചു കൂട്ടാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.